ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ധനീസ് കിച്ചൻ. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു മഷ്റൂം കറിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ മഷ്റൂം കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ബട്ടൺ മഷ്റൂം ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു 3-4 ഗ്രാമ്പു അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. 3 ഏലക്കായ ചേർത്ത് കൊടുക്കാം. 2 സവാള ചെറുതായിട്ട് നേരിയതായിട്ട് നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കിയെടുക്കാം. 1 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് ഇതേപോലെ നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇങ്ങനെ ഇളക്കിയതിന് ശേഷം 2 പച്ചമുളക് നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നീളത്തിലരിഞ്ഞ് 2 തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ജീരകവും ചേർത്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. കുരുമുളക് ചതച്ചത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വീണ്ടും വഴറ്റിയെടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരല്പം കൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കാൽ ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. വീണ്ടും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നേരത്തെ അരിഞ്ഞു വെച്ച മഷ്റൂം എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മഷ്റൂം ചേർത്തതിന് ശേഷം വീണ്ടും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഒരു അടപ്പ് വെച്ച് മൂടി വെക്കാം. ഇനി അല്പസമയത്തിന് ശേഷം നമുക്ക് ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റി നോക്കാം. ഇപ്പോൾ മഷ്റൂം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ കറിയും റെഡിയായി കഴിഞ്ഞു. ഈ ഒരു സമയത്ത് നമുക്ക് കറിക്ക് ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ആവശ്യമാണെങ്കിൽ ഒരല്പം കൂടി ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരല്പം കൂടി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കുന്നുണ്ട്. കൂടുതൽ ഗ്രേവി വേണം തോന്നുകയാണെങ്കിൽ ഒരല്പം കൂടി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അല്ല എങ്കിൽ നമുക്ക് ആ തിക്കായിട്ടുള്ള ഗ്രേവി തന്നെ യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഒരല്പം പുതിന ഇല ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും എല്ലാം കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുടെ കമൻറ്റായിട്ട് അറിയിക്കുക.